കാസർഗോഡും വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയുമായി LDF. നായന്മാർമൂലയിൽ UDF സ്ഥാനാർത്ഥി കല്ലട്ര മാഹിൻ ഹാജിയുടെ സഹോദരങ്ങളെ LDF പ്രവർത്തകർ തടഞ്ഞു. ഷെരീഫ് കല്ലട്ര, അഷ്റഫ് കല്ലട്ര എന്നിവരെയാണ് തടഞ്ഞത്. പണം നൽകാൻ വീട്ടിലെത്തിയപ്പോഴാണ് തടഞ്ഞതെന്ന് LDF പ്രവർത്തകർ പറയുന്നു. പ്രദേശത്ത് സംഘർഷാവസ്ഥയാണ്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. നിന്റെ മായിനോട് ചൊല്ലിറ് ഓനെ വെറുതെ വിടലാലിറ് മായിനെ പൊടിയാക്കുക. കുറച്ച് മാന്യത നിങ്ങളെ പൈസ കൊടുത്തിട്ട് അരുൺ പൂർണ്ണ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഇപ്പോൾ ലീഗിനെതിരെയാണ് പരാതി. ദൃശ്യങ്ങൾ വ്യക്തമാണ്. കാർ തടഞ്ഞ് കാർ പരിശോധിക്കുന്നതടക്കം ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രദേശത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥയാണോ? എന്താണ് ശരിക്കും സംഭവിച്ചത്? അല്പസമയം മുമ്പാണ് കാസർഗോഡ് നായന്മാർ മൂലയിൽ ഈ സംഭവം ഉണ്ടായത്. കലക്ടർ മാഹിൻ ഹാജിയുടെ 2 സഹോദരങ്ങൾ അവിടെ ഒരു വീട്ടിലെത്തിയ ഘട്ടത്തിലാണ് അവിടെ പണം നൽകി ഈ വോട്ടർമാരെ സ്വാധീനിക്കാൻ എന്ന തരത്തിലുള്ള പരാതിയുമായി LDF പ്രവർത്തകരെത്തി. അത്തരത്തിലുള്ള വിവരമാണ് LDF പ്രവർത്തകർക്ക് ലഭിച്ചത് എന്നതാണ് പറയുന്നത്. അങ്ങനെ അവരെത്തുകയും അവിടെ കൈയോടെ അവർ തടയുകയും ചെയ്യുകയായിരുന്നു. ഈ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിനിടെ പണം നൽകുന്നതിനിടെ കൈയോടെ പിടികൂടി എന്നതാണ് LDF പ്രവർത്തകർ പറയുന്നത്. അതിനുശേഷം ഈ കല്ലട്ര മാഹിൻഹാജിയുടെ സഹോദരങ്ങളും LDF പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉൾപ്പെടെ ഉണ്ടായി. പിന്നീട് അവർ രണ്ടുപേരും അവിടുന്ന് വാഹനത്തിൽ പോവുകയും ചെയ്തു. എന്തായാലും ഈ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് LDF ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. പണം നൽകി വോട്ടെടുപ്പിന്റെ തലേദിവസം രാത്രി ഇത്തരത്തിൽ വീടുകളിലെത്തി പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥിയുടെ സഹോദരങ്ങളെ തന്നെയാണ് തടഞ്ഞു വെക്കുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ സംഭവം നിരവധിയായിട്ടുള്ള LDF പ്രവർത്തകരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ CPMന്റെ ഏരിയ സെക്രട്ടറി ഉണ്ട്. എന്താണ് നിങ്ങൾ ആരോപിക്കുന്നത്? എന്ത് സംഭവിച്ചു എന്നാണ് ആരോപിക്കുന്നത്? ഇന്നലെ വരെ ഷാനവാസ് പാദൂറിൻ്റെ വോട്ട് ചെയ്താൽ അത് BJPക്ക് ഗുണം ചെയ്യും എന്നുള്ള ചില പ്രചരണമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ മണ്ഡലത്തിൽ വ്യാപകമായിട്ട് പണം വിതരണം ചെയ്യുക, ഇതറിഞ്ഞ് ഞങ്ങളുടെ പ്രവർത്തകർ നിരീക്ഷിക്കുകയായിരുന്നു. ഈ സമയത്ത് നായന്മാർ മൂലയിൽ നമ്മുടെ LDF പ്രവർത്തകരുടെ വീട്ടിൽ സഹോദരങ്ങളായിട്ടുള്ള 2 പേർ വന്ന് പണം വിതരണം ചെയ്യുകയും കൈയോടെ നാട്ടുകാരെ പിടികൂടുകയും ചെയ്തു. ഇത് ഈ മണ്ഡലത്തിനകത്ത് പരാജയഭീതി പൂണ്ട UDF പ്രവർത്തകർ, പ്രത്യേകിച്ച് കലക്ടർ മാഹിൻ ഹാജിയുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വളരെ വ്യാപകമായിട്ടുള്ള പണം വാരിയെറിയുകയാണ്. കയ്യിൽ പണം ഉണ്ടായിരുന്നു. അവരത് ഈ വീട്ടുകാർക്ക് കൊടുക്കുമ്പോഴാണോ പിടികൂടിയത്? എങ്ങനെയാണ്? കൊടുക്കാൻ വേണ്ടി തുനിയുമ്പോൾ ഇവർക്കെന്തോ പന്തികേട് തോന്നി വീട്ടുകാർക്ക്. അവർ വീട്ടുകാരെ തന്നെയാണ് നിങ്ങൾ അറിയിച്ചത്? വീട്ടുകാരറിയിച്ചു. അത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പല വീടുകളിലും രാവിലെ മുതൽ ഈ സംഘം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പല വീട്ടിൽ നിന്നും ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകർ അവരെ നിരീക്ഷിക്കാൻ വേണ്ടി പോയത്. ഈ വീട്ടുകാരൻ പേര് ഷെരീഫ്. എന്തിനാണ് അവർ അവിടെ വന്നത്? നിങ്ങളോട് എന്താണ് പറഞ്ഞത്? അത് ഞാൻ ഇല്ലാത്ത സമയത്ത് വോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പണം തരാനുള്ള ഉദ്ദേശത്തോടെയാണ് വന്നത് എനിക്ക് തോന്നുന്നു. പണം തരാനുള്ള ഉദ്ദേശത്തോടെ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട്, വീട്ടുകാരോട് പറഞ്ഞു തോന്നുന്നു. ഞാൻ ഉണ്ടായിരുന്നില്ല വീട്ടിൽ. പക്ഷെ ഞാൻ ചെന്ന് കയറുന്ന സമയത്ത് അവിടെ ഇരുന്നിട്ടുണ്ട്. അവർ വോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചോദിക്കുമ്പോൾ വോട്ട് ചോദിക്കാൻ വന്നതാണ്. അതെ അതെ അതെ. രാത്രി സമയത്ത് എന്തിനാണ് വോട്ട് ചോദിക്കാൻ എത്തിയത്? അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിച്ചു ഈ രാത്രി സമയത്ത് എന്താ വന്നത്. അപ്പോൾ അതിനുള്ള മറുപടി ഒന്നും തോന്നില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ ഉമ്മ, പിന്നെ പെങ്ങൾ, പിന്നെ എൻ്റെ ഭാര്യ. അവരോടാണ് ഇവർ സംസാരിച്ചത്? അതെ അതെ. അപ്പോൾ ഈ നിങ്ങളുടെ പ്രദേശത്തുള്ള ഇവർ ഈ കലക്ടർ മാഹിൻ ഹാജിൻ്റെ സഹോദരങ്ങളാണ്. ഇവർ സ്ഥിരമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തുന്നവരാണോ? അല്ല ഇങ്ങനെ ഈ ഇല്ല, ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം തന്നെ കാണുന്നത്. ഇതുവരെ ഞാൻ കണ്ടില്ല. ഫസ്റ്റ് ടൈമായിട്ട് തന്നെ കാണുന്നത്. അതെ, പണം തരാനുള്ള ലക്ഷ്യത്തിലാണ് അവർ വന്നത്.
ഇപ്പോൾ വീട്ടുകാരനാണ് സംസാരിച്ചത്. അതായത് നിലവിൽ കലക്ടർ മാഹിൻ ഹാജിന്റെ സഹോദരങ്ങൾ എത്തിയ ആ വീട്ടുകാരാണ്, ആ വീട്ടിലെ യുവാവാണ് സംസാരിച്ചത്. കൃത്യമായി പറയുന്നത് പണം നൽകുന്നതിന് വേണ്ടി തന്നെ ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നത് എന്നതാണ് മനസ്സിലാക്കുന്നതെന്നാണ് പറയുന്നത്. ആ ഘട്ടത്തിൽ വീട്ടുകാർ തന്നെയാണ് ഇവരെ LDF പ്രവർത്തകരെ വിവരം അറിയിച്ചത്. ഈ പ്രദേശത്ത് ഇവർ LDF അനുഭാവ കുടുംബമാണ് എന്നതാണ് ഇപ്പോൾ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. അതിനുശേഷം ഇവർ LDF പ്രവർത്തകരെ വിവരം അറിയിക്കുന്നു. പെട്ടെന്ന് ആ വീട്ടിലേക്ക് LDF പ്രവർത്തകർ എത്തുന്നു. അങ്ങനെയാണ് കലക്ടർ മാഹിൻ ഹാജിയുടെ സഹോദരങ്ങളെ അവിടെ വെച്ച് തടയുകയും പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. കയ്യിൽ പണം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവർ സ്ഥിരമായി ഈ രണ്ടു പേർ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശത്ത് അങ്ങനെ സ്ഥിരമായി വീടുകളൊന്നും എത്തുന്നവരല്ല. അപ്പോൾ ഈ രാത്രി സമയത്ത് എന്തിനാണ് വന്നത് എന്ന് അവിടെ ഒരു ചോദ്യമുണ്ടായി. അങ്ങനെയാണ് പിന്നീട് LDF പ്രവർത്തകരൊക്കെ വിവരം അറിഞ്ഞ് അങ്ങോട്ട് എത്തുകയും അവരെ അവിടെ തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകും. കൂടുതൽ വീടുകളിൽ ഇങ്ങനെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതാണ് LDF ആരോപിക്കുന്നത്. ശരി, കലക്ടർ മാഹിൻ ഹാജിയുടെ സഹോദരങ്ങളെയാണ് തടഞ്ഞത്. പ്രദേശത്ത് പല വീടുകളിലും ഇത്തരത്തിൽ പണം നൽകാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.